അപ്പോഴേ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഉച്ചയൂണിനുള്ള ഒരുക്കത്തിലാണ്. അപ്പോൾ കുറച്ച് സാമ്പാർ വയ്ക്കാമെന്നും കരുതി ഞാൻ പച്ചക്കറിയൊക്കെ എടുത്തിട്ടുണ്ട്. ചരിയുന്ന സമയം ആഷ്മി ഓരോരോ പരാതികളൊക്കെ ആയിട്ട് വന്നത് കേട്ടോ. കാരണം ഇപ്പം ട്യൂഷനൊക്കെ പോയി തുടങ്ങിയിട്ടുണ്ട് 2 ആഴ്ചയായിട്ട്. അപ്പോൾ ഇന്ന് ട്യൂഷന് പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞിരിക്കുകയാണ്. വെക്കേഷൻ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം മടിയുണ്ട് ട്യൂഷനും ഒക്കെ പോകാനായിട്ട്. അപ്പം ഇനി ഇങ്ങനെ ഇരുന്നാൽ ശരിയാകത്തില്ല. കാരണം സ്കൂൾ തുറന്ന് ചെല്ലുമ്പോഴത്തേക്കിനും എന്തെങ്കിലുമൊക്കെ ഒരു ഓർമ്മ വേണ്ടായി. അപ്പോൾ ഇപ്പോഴേ ട്യൂഷന് പോയാലേ ശരിയാകത്തുള്ളൂ. അങ്ങനെ ഞാൻ പറഞ്ഞു ട്യൂഷനൊക്കെ പോകണം, പോയേ പറ്റൂ. അതിൻ്റെ കാര്യത്തിൽ യാതൊരു എക്സ്ക്യൂസും ഇല്ല. വേറെ എന്തും പറഞ്ഞ് ട്യൂഷന് പോകുന്നില്ല എന്ന് മാത്രം പറയരുത്. പഠിക്കുന്ന കാര്യത്തിൽ ഇങ്ങനെയൊന്നും എനിക്ക് കേൾക്കണ്ടെന്നൊക്കെ പറഞ്ഞു വിട്ടിട്ടുണ്ട്. അങ്ങനെ വൈകുന്നേരം ഉള്ളൂ ട്യൂഷൻ കേട്ടോ. 5 മണി തൊട്ടേ ഉള്ളൂ ട്യൂഷന്. ഏപ്രിൽ ലാസ്റ്റ് ആയപ്പോഴത്തേക്കിനും പുസ്തകങ്ങളൊക്കെ കിട്ടി. ലച്ചുവിന് പിന്നെ മാർച്ച് ആയപ്പോഴത്തേനും ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ ക്ലാസ്സൊക്കെ തുടങ്ങിയായിരുന്നു. പിന്നെ ഏപ്രിൽ മാസം ഫുള്ള് ക്ലാസ് ഉണ്ടായിരുന്നു. അപ്പോൾ സർക്കാരിൻ്റെ ഓർഡർ ഉണ്ടായിരുന്നില്ല, വേനലായതുകൊണ്ട് അധികം ചൂടായതുകൊണ്ട് അങ്ങനെ ക്ലാസ് നടത്തണ്ടെന്ന് അങ്ങനെ നിർത്തി വെച്ചതാണ്. ഇനി മെയ് 26-ന് ലച്ചുവിന് സ്കൂൾ തുറക്കാണ്. സ്കൂൾ തുറന്ന് ചെല്ലുമ്പോഴേ പരീക്ഷയാണ്. അപ്പോൾ ആഷ്മിക്ക് ഏപ്രിൽ ലാസ്റ്റ് നമുക്ക് പുസ്തകം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പം മെയ് പകുതിയൊക്കെ ആയില്ലേ, അപ്പം ട്യൂഷനൊക്കെ പോകാമല്ലോ ഇനി. അങ്ങനെ സാമ്പാറിൻ്റെ കഷ്ണങ്ങളെല്ലാം അരിഞ്ഞു അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും കായും കുറച്ച് തുമരയും കൂടെ ചേർത്ത് ഞാൻ ഗ്യാസിലോട്ട് വെച്ചിട്ടുണ്ട്. കുക്കറിൽ 2 വിസിലടിച്ചാൽ മതി. അപ്പോഴത്തേക്കിനും എന്താണ്ട് ഇന്നലെ മുതൽ ഇവിടെ ഭയങ്കര മഴയാണ്. ഞാൻ അടുക്കള നിൽക്കുന്നുണ്ടപ്പം ഇപ്പോൾ ഈ മഴ പെയ്തുകൊണ്ടിരിക്കുക നല്ല മഴയാണ്. ഒരു 10-11 മണിയായി നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം പുള്ളിക്കാരി വിചാരിച്ച് ഞാൻ അടുക്കളയിലല്ലയോ മഴയത്ത് ഇറങ്ങി ഡാൻസൊക്കെ കളിച്ച് രസമായിട്ട് നിൽക്കാതെന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങി. ഇപ്പോൾ ഒരു പനി വന്നിട്ട് അങ്ങോട്ട് മാറിയതേ ഉള്ളൂ. വടി എടുത്തുകൊണ്ട് വന്ന് കണ്ട് പേടിപ്പിച്ചനൊക്കെ അവൾ പേടിക്കുന്നില്ല. അവൾക്കറിയാം ഞാൻ മഴയത്ത് ഇറങ്ങത്തില്ലെന്ന്. കാരണം ഞാൻ കുളിച്ചിട്ടൊക്കെ നിൽക്കുന്നത് എനിക്കിനി നനയാനൊന്നും വയ്യ. അവർ കുളിക്കാൻ പോകുന്നതേ ഉള്ളൂ. അങ്ങനെ എന്തായാലും എന്നെ അവൾ മഴയത്ത് ഇറക്കി. എന്നാലെന്തുവാ, ഞാൻ വിചാരിച്ചു കുളിക്കാൻ പോവില്ല, അവിടെ ഞാൻ നിൽക്കട്ടെ എന്ന് വിചാരിച്ചു. ഇതൊക്കെ പിന്നെ വെക്കേഷൻ ആകുമ്പം പിള്ളേരുടെ ഒരു രസമല്ലേ. അപ്പോൾ ഇതുവരെ അങ്ങനെ മഴയത്തിറങ്ങി അങ്ങനെ കളിക്കുകയോ എടുക്കുകയൊന്നും ചെയ്തിട്ടില്ല. പിന്നെ ഞാനൊന്നും പറയുന്നില്ലെന്ന് കണ്ടപ്പോഴത്തേക്കിനും ബാക്കിയുള്ളവർക്കൂടെ അതൊരു എളുതരമായി. ബാക്കിയുള്ളവരുടെ ബാക്കി നോക്കി നിന്ന 2 എണ്ണം കൂടെ മഴയത്തിറങ്ങി ഡാൻസ് കളിയായി. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് റീൽസ് എടുപ്പായി, അതായി ഇതായി. ഞാൻ വിചാരിച്ചു എന്തെങ്കിലും ആവട്ടെ, ഇത് റീൽസ് എടുക്കാണ് കേട്ടോ. എപ്പോൾ റീൽസ് എടുത്താലും ലാസ്റ്റ് അടിയാണ്. ഇത് റീൽസൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. കുറച്ചായപ്പോൾ ഞാൻ പറഞ്ഞു കയറ് എന്നൊക്കെ ഞാൻ പറഞ്ഞു. ഇപ്പം മഴ പിന്നെ ചാറി നിൽക്കുന്നേ ഉള്ളൂ. എവിടെ നിന്ന് കേൾക്കാനാണ് പിള്ളേർക്ക് ഒരു സ്വർഗം കിട്ടിയ സന്തോഷം ഇങ്ങനെ മഴയത്തൊക്കെ ഇറങ്ങി നിന്ന് കളിക്കുമ്പം. ഞാനും വിചാരിച്ച് എന്തെങ്കിലുമൊക്കെ ആവട്ടെ. ഞാൻ പറഞ്ഞു ഇടയ്ക്ക് തോർത്ത് അല്ലെങ്കിൽ പോയി കുളിക്ക്, എന്തുവാ ഡ്രസ്സ് മാറും എന്തെന്നൊക്കെ ചെയ്യാൻ പറഞ്ഞായിരുന്നു. എന്തായാലും എനിക്കിങ്ങനെ ഇവരുടെ പുറകെ നടക്കാൻ സമയമില്ലല്ലോ. കാരണം ഉച്ചയൂണിനൊന്നും ആയിട്ടില്ല. രാവിലത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞതേ ഉള്ളൂ. സാമ്പാറിന് വേവിച്ചിട്ടേക്കുന്നേ ഉള്ളൂ, ഒന്നും ആയിട്ടില്ല. രാവിലെ തൊട്ടേ മഴയാണ്ട് ഇടയ്ക്കൊന്ന് തുറന്നപ്പോഴത്തേക്കും ഞാൻ പോയി മീനൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നായിരുന്നു കേട്ടോ. ചൂരയാണ് വാങ്ങിയത്. ഞാൻ അവരോട് ഒന്ന് കണ്ടിച്ച് തരാൻ പറഞ്ഞപ്പോൾ അവർ വാലും തലയും കളഞ്ഞിങ്ങി തന്നതേ ഉള്ളൂ. ഞാൻ പറഞ്ഞ തോലൊക്കെ ഇരിച്ച് തരാൻ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഈ മീനിൻ്റെ തോലിരിക്കത്തില്ലെന്ന്. എനിക്ക് പക്ഷേ തോലൊക്കെ ഇരിച്ച് ഇതാക്കി എടുത്തെങ്കിലും ഒരു മനസ്സിനൊരു ഇതുള്ളൂ. അങ്ങനെ ഞാൻ വീട്ടിൽ കൊണ്ടുവന്ന് തോലൊക്കെ ഇരിച്ച് വൃത്തിയാക്കി എടുത്തു. ഞാൻ വിചാരിച്ചു ചൂര അങ്ങ് വറക്കാം. സാമ്പാറിൻ്റെ കൂടെ മുളക് കറിയൊന്നും വെച്ചാൽ ശരിയാവത്തില്ല. അതുകൊണ്ട് ചൂര വറക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അരപ്പൊക്കെ പുരട്ടി വെച്ചു. അപ്പോൾ രാവിലെ ഞാൻ കുറച്ച് പയറും ഒരു സവാള എല്ലാം കൂടി മെഴുക്ക് പുരട്ടിയായിരുന്നു. അപ്പം അതും ഇരിപ്പുണ്ട്. അപ്പോഴത്തേക്കിനും സാമ്പാറെല്ലാം കടുവൊക്കെ വറുത്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ലാസ്റ്റ് കുറച്ച് പപ്പടവും കൂടെ കാച്ചെടുത്തപ്പോഴത്തേക്കിനും ഇന്നത്തെ ഉച്ചയൂണിനുള്ള കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. ശരിക്കും അടുക്കള നിൽക്കുമായതുകൊണ്ട് ഞാൻ പുറത്തെ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കുന്നില്ല. കാരണം പിള്ളേർ ഞാൻ വിചാരിച്ച് കുളിക്കുമായിരിക്കും. എല്ലാവരും ഓരോരുത്തരോട്ട് കുളിയൊക്കെ കഴിഞ്ഞ് നനഞ്ഞ തുണിയൊക്കെ മാറി ഇപ്പോൾ സെറ്റായിട്ട് ഇരിക്കുമായിരിക്കും. അപ്പോൾ ഞാനിങ്ങനെ അടുക്കള നിൽക്കുകയില്ല. ഞാൻ പുറത്തെ കാര്യങ്ങളൊന്നും അറിഞ്ഞില്ല. ഇടയ്ക്ക് മഴ തോന്നായിരുന്നല്ലോ. പിന്നെ അങ്ങോട്ട് ഭയങ്കര പെരുമഴയായി. നോക്കിയപ്പോൾ ഉണ്ടേ 3 എണ്ണം അതേ കോലത്തിൽ വീണ്ടും മഴയത്ത് നിന്ന് കളിക്കുക. അപ്പോൾ അത്രയും നേരം ആ മഴ തോന്നുന്ന അത്രയും നേരം ഇതുങ്ങൾ ഞാൻ ചോദിച്ചാൽ പറയാം അവർ തല തോർത്തിയതുള്ള അവർ അടുത്ത മഴ പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരു രീതിയായിപ്പോയി. ഇന്നത്തെ ദിവസം മൊത്തം ഇങ്ങനെ നിൽക്കാനാണ് പ്ലാനെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ദേഷ്യം കൂടെ വന്നു കേട്ടോ. കാരണം നമ്മൾ ആവശ്യത്തിന് സ്വാതന്ത്ര്യം കൊടുത്തു, ആവശ്യത്തിന് നമ്മൾ അവരുടെ കൂടെ നിന്ന് കുറച്ച് നേരം മഴയത്ത് കളിച്ചോ എന്നൊക്കെ പറഞ്ഞ്. ഇതിപ്പോൾ അനാവശ്യമായിപ്പോയില്ലേ. കാരണം ഞാൻ ഇവർ കുളിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയാണെന്നാണ് ഞാൻ ആദ്യം വിചാരിച്ചത്. അതേപോലെ എനിക്ക് ഭയങ്കര ദേഷ്യമായിപ്പോയി. പിന്നെ അപ്പുറത്ത് ചെന്ന് വെള്ളം ഒത്തിരി ഇതേ പൈപ്പിൽ കൂടെ വരുന്നുണ്ടല്ലോ, അതിൻ്റെ മൂട്ടിൽ ചെന്ന് മൊത്തത്തിൽ നനഞ്ഞ് സത്യം പറഞ്ഞാൽ എനിക്ക് വിഷമമായിപ്പോയി. എന്തോ ചെയ്യാൻ. ഇതെന്ന് പറഞ്ഞാൽ ഈ രണ്ടാമത് പെയ്തെന്ന് പറഞ്ഞാൽ ഭയങ്കര പെരുമഴയപ്പോണ്ട് ആ വെള്ളം ഒഴുകുന്ന ശക്തി കണ്ടില്ലേ. അവിടെ പോയി നിന്നാണ് ലാസ്റ്റ് കുളി. എന്തോ ചെയ്യാനാണെന്ന് എത്ര പറഞ്ഞാൽ അവസാനം അവൾക്ക് മനസ്സിലായിട്ടോ. ഞാൻ വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുകയെന്ന് മനസ്സിലായി. അതിന് എന്നെ കളിയാക്കിയൊക്കെ ചെയ്യുക. അങ്ങനെ വല്ലച്ചതിനും ഞാൻ വഴക്ക് പറഞ്ഞ് വലുതിനെ 2 ഞാൻ അവിടെ നിന്ന് ഓടിച്ചു. ഈ ചെറുതിനെ ഞാൻ എത്ര ശ്രമിച്ചിട്ടൊക്കെ കയറ്റാൻ പറ്റുന്നില്ല. കാരണം
അവളങ്ങ് എനിക്കറിഞ്ഞൂടാ, ഞാൻ എത്ര വഴക്കൊന്നും കൂസലും ഇല്ല പെണ്ണിന്. അങ്ങനെ വലിയ പിള്ളേർ രണ്ടും ഓരോരുത്തർ കണ്ട കുളിക്കാനായിട്ട് പോയി, ഓരോരുത്തർ കുളി കഴിഞ്ഞ് വന്നിരിക്കുന്നു. അങ്ങനെ അവർ കണ്ട അത്രയും നേരം നിന്ന് കാല് കഴിച്ചുകൊണ്ട് കണ്ട കസേര ഇട്ടങ്ങ് ഇരിപ്പായി അവിടെ. ശരിക്കും ഈ സമയത്ത് നല്ല പെരുമഴ പെയ്തുകൊണ്ടിരിക്കുക. ആ മഴയത്ത് കയറി ഇരിക്കുക. ഞാൻ വഴക്ക് പറയുന്നതിനാണ് ഈ കണ്ണും പൂട്ടിയൊക്കെ ഇരിക്കുന്നത്. അതുകൊണ്ട് ഓരോരുത്തർ കുളി കഴിഞ്ഞ് ഒരാൾ കുളിക്കാൻ പോകുന്നു, അങ്ങനെയൊക്കെ ഇരിക്കുക. ഇനിയിപ്പോൾ ചെറുതിനെ ഇനി എങ്ങനെയാണോ എന്തോ. അപ്പോഴത്തേക്കിനും ഇവിടെ സംഭവിച്ചതെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല, ഇടയ്ക്ക് കാറ്റായിരുന്നു. അപ്പോൾ ആദ്യത്തെ ആൾ കുളിച്ചിട്ട് ഇറങ്ങിയപ്പോഴത്തേക്കിനും വെള്ളം അങ്ങ് തീർന്നു. എന്തായാലും രണ്ടാമത്തെ ആൾ കുളിക്കാൻ കയറിയപ്പോഴത്തേക്കിനും ഒരു ചെരുവം വെള്ളം കിട്ടി. പിന്നെ കറണ്ട് വന്നതെന്ന് പറഞ്ഞാൽ വൈകുന്നേരമോ. പിന്നെ ആഷ്മിക്ക് കുളിക്കാനായിട്ട് ഭയങ്കര പാട് പെട്ടു കേട്ടോ. പിന്നെ ഞാൻ വെള്ളം കോരിയൊക്കെ കുടിക്കേണ്ടി വന്നു. ശരിക്കും മഴയായപ്പോൾ മഴ ഒരു ദുരിതം. രണ്ട് ദിവസം ആയില്ല, ശരിക്കും പറഞ്ഞാൽ ഒരു ദിവസം ആയതേ ഉള്ളൂ ഇങ്ങനെ മഴ അങ്ങോട്ട് പെയ്യാൻ തുടങ്ങിയിട്ട്. അതിന് മുമ്പ് എന്തോരം ചൂടായിരുന്നു. അപ്പോൾ ചൂടിന് ഒന്ന് മഴ പെയ്താൽ മതിയെന്ന് ആഗ്രഹമായിരുന്നു. മഴ പെയ്യാൻ തുടങ്ങിയപ്പം മഴ എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ടായിട്ട് മാറി. എന്ത് ചെയ്യാനാ. എന്തായാലും എല്ലാവരും കുളിച്ചു വന്നു. വേണ്ട ഓരോരുത്തരും ചോറ് കഴിക്കുകയാണ്. ഇനിയിപ്പം വൈകുന്നേരം വരെ ടി വിയുടെ മുന്നിലങ്ങ് ഇരുന്നോളും. ഉച്ച കഴിഞ്ഞാൽ ടി വി വെക്കത്തുള്ളൂ ഇവിടെ. ഉച്ചയ്ക്ക് മുന്നേ ഞാൻ ടി വി അങ്ങനെ കൊടുക്കാറില്ല. കാരണം രാവിലെ തൊട്ട് ടി വി കണ്ടുകൊണ്ടിരുന്നാൽ ശരിയാവത്തില്ല. അപ്പോൾ ഉച്ചയ്ക്ക് ഇതുപോലെ ചോറുണ്ണുന്ന സമയം തൊട്ട് കുറച്ച് നേരം ഒരു 1-2 മണിക്കൂറൊക്കെ ഞാൻ ടി വി ഇങ്ങനെ കൊടുക്കും. അങ്ങനെ ടി വി ഒക്കെ കണ്ട് ചോറൊക്കെ കൊണ്ടിട്ട് ഇനി അവിടെ ഒരു 3 മണി 3:30 വരെയൊക്കെ ഇരിക്കും. പിന്നെ ആഷ്മിക്ക് 5 മണിയാകുമ്പം ട്യൂഷന് പോകണം. അപ്പോൾ ലച്ചുവിനും ഇടയ്ക്കിടയ്ക്ക് മാത്സിൻ്റെ സ്പെഷ്യൽ ട്യൂഷനുണ്ട്. അപ്പോൾ മെസ്സേജ് ഇടുന്ന ദിവസം പോയാൽ മതി. അപ്പം ഇന്നില്ല എന്തായാലും. അങ്ങനെ ഞാനും ചോറ് കഴിച്ചപ്പോൾ ഒരു മുറി ചക്ക പഴുത്തിരിക്കണ്ടായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ ഇതായിരുന്നു അളിഞ്ഞു പോത്തേ ഉള്ളൂ. നമ്മുടെ ഇവിടുത്തെ പ്ലാവേലെ ചക്കയാണ്, വരിക്കച്ചക്കയാണ്, നല്ല മധുരമാണ് കേട്ടോ. ഒരു മുറി ചക്ക പറക്കിയെടുത്തതാണ് അവിടെ. ഇവിടുത്തെ ചക്കയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തം ചവണിയാണ്, കൂടുതലും ചവണിയാണ്, ചുള കുറവാണ്. ചവണി എന്ന് പറഞ്ഞാൽ വലിയ ചവണിയാണ്. ആ ചവണിക്ക് നല്ല മധുരമൊക്കെ കഴിക്കാൻ ഞാനിപ്പോൾ വെട്ടി പറയണത് ആ ചവണിയൊക്കെ കുറേ വാരി കഴിച്ചായിരുന്നു. അങ്ങനെ പിള്ളേർക്കെല്ലാം ചക്കപ്പഴം കൊണ്ട് കൊടുത്തു. നല്ല മധുരമാണ് കേട്ടോ. ഇനിയിപ്പോൾ ഇതപ്പം വെള്ളം കയറും. ചക്കയിലൊക്കെ വെള്ളം കയറി കഴിഞ്ഞാൽ ഈ ഒരു ടേസ്റ്റ് കിട്ടത്തില്ല. അങ്ങനെ ആഷ്മിക്ക് തണുക്കുന്ന മഴയല്ലേ, അങ്ങനെ ഫാനിൻ്റെ കാറ്റൊക്കെ അടിച്ചപ്പം തണുക്കുന്നു. അങ്ങനെ മൂടി പതച്ചൊക്കെ ഇരിക്കുകയാണ്. ആഷ്മിക്ക് ഈ ചക്കയോടൊന്നും വലിയ താല്പര്യമൊന്നുമില്ല. അങ്ങനെ ഒരു ചക്ക മതിയെന്ന് പറഞ്ഞു. അങ്ങനെ വലിയ ചക്കപ്പഴത്തിനോട് വലിയ താല്പര്യമൊന്നും ആഷ്മിക്കില്ല. ബാക്കി എല്ലാവരും നന്നായിട്ട് കഴിക്കും. ആകെപ്പാടെ ഒരു മുറി ചക്ക പറക്കിയത് ഇത്രയേ കിട്ടിയത്. ഉച്ചയ്ക്ക് ശേഷം മഴ സ്വല്പം തോന്നിക്കുമായിരുന്നു, കുഴപ്പമില്ലായിരുന്നു. അങ്ങനെ ചക്കയൊക്കെ തിന്നു. എല്ലാവർക്കും ഒരുപാട് കഴിക്കാനൊന്നും ഇല്ലായിരുന്നു കേട്ടോ. കുറച്ച് ഒരു 3-4 ചുള വെച്ച് കഴിക്കാനൊക്കെ ഉള്ളതാണ്. നല്ല മധുരം ഉണ്ടായിരുന്നു ചക്കയ്ക്ക്. അങ്ങനെ ഞാൻ ഏതാണ്ട് പാത്രമൊക്കെ ആയിട്ട് പോകുന്നത് നമ്മുടെ സ്റ്റാർ ഫ്രൂട്ട് ആദ്യത്തെ വിളവെടുപ്പിന് പോവുകയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ സ്റ്റാർ ഫ്രൂട്ട് എല്ലാം കുറച്ച് പഴുത്ത് നിൽപ്പുണ്ട്, പഴുക്കാറായി നിൽപ്പുണ്ട്. ഈ സ്റ്റാർ ഫ്രൂട്ട് എന്നൊക്കെ ഇപ്പോഴാണ് പറയുന്നത്. പണ്ട് ഞങ്ങൾ പഠിക്കുന്ന സമയത്ത് എന്താ എൻ്റെ പേരെന്നറിയുമോ? 5 കാലം പുളി എന്നായിരുന്നു ഞങ്ങൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് എൻ്റെ പേര്. ഞങ്ങൾക്ക് അങ്ങനെ 5 കാലം പുളി എന്ന് പറഞ്ഞാലേ അറിയാം. അന്നൊക്കെ ഇത് പുളിവർഗ്ഗത്തിൽ പെടുന്ന സാധനമായിരുന്നു. ഇപ്പോഴാണ് ഇത് ഫ്രൂട്ടിൻ്റെ ഇനത്തിലോട്ട് മാറിയത്. അന്ന് ഞങ്ങൾ പുളി കഴിക്കാമെന്ന് ഇത് കഴിക്കാൻ പറയുന്നത്. അതൊക്കെ ഞങ്ങളുടെ കൂട്ടുകാരൊക്കെ വീട്ടിൽ ക്ലാസ്സിൽ പഠിക്കുന്ന കൂട്ടുകാരൊക്കെ വീട്ടിൽ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ ഉച്ചയാകുമ്പം കഴിച്ചേച്ച് അടുത്തുള്ള പിള്ളേരുടെ വീടുകളിലൊക്കെ പോയി ഇത് പിച്ച് ഉപ്പും കൂട്ടി തിന്നുമായിരുന്നു. നല്ല അന്നേ എനിക്കിത് ഭയങ്കര ഇഷ്ടമായിരുന്നു. അങ്ങനെയാണ് ഞാനിത് മേടിച്ച് വെച്ചത് കേട്ടോ. പിന്നീടാണ് ഇത് സ്റ്റാർ ഫ്രൂട്ട് കണ്ടിക്കുമ്പോൾ സ്റ്റാർ പോലെ ഇരിക്കില്ല, അങ്ങനെ സ്റ്റാർ ഫ്രൂട്ട്. പണ്ട് 5 കാലം പുളി എന്ന് പറഞ്ഞാലേ ഞങ്ങൾക്ക് ഇപ്പോഴും അറിയത്തുള്ളത്. അങ്ങനെ ഞങ്ങളുടെ കൊച്ചുനാളൊക്കെ ഒരുപാട് കഴിച്ചിട്ടുള്ളതാണ്. നല്ല ടേസ്റ്റാണ്. അങ്ങനെ എന്താണ്ട് കുറച്ച് ആദ്യത്തെ വിളവെടുപ്പാണ് ഇത്. 1.5 വർഷമായത് കേട്ടോ വെച്ചിട്ട്. അപ്പോൾ ഒത്തിരി ഉണ്ട് ഇതിനകത്ത്, പഴുത്തത്. അപ്പോൾ ആദ്യമായിട്ട് ഞാനിത് പിച്ചുവാണ്. ഇതൊക്കെ കാണുമ്പോൾ ഒരു നൊസ്റ്റാൾജിക് ഓർമ്മയാണ്. എന്തായാലും എനിക്കിത് അച്ചാറിടാനോ ഒന്നുമല്ല, ഞാനിത് കുത്തിയിരുന്നങ്ങ് തിന്നും ഇത് മൊത്തം കേട്ടോ. ഇവിടെ പിള്ളേരും ഞാനിതിൻ്റെ ഇടയ്ക്ക് ഒരെണ്ണം പഴുത്തപ്പം പിച്ച് കഴിച്ചപ്പോൾ പിള്ളേർ ആദ്യമായിട്ട് കഴിക്കുകയാണ്. പിള്ളേർ ഇതുവരെ കഴിച്ചിട്ടില്ല. ഇത്രയും പ്രായത്തിനിടയ്ക്ക് അവരിത് കഴിച്ചിട്ടില്ല, അവർ ആദ്യമായിട്ട് കഴിക്കുകയാണ്. പക്ഷേ ഇപ്പോൾ ഇവിടെ ഇതൊന്നും കാണുന്നില്ല, നമ്മുടെ ഇവിടെ ഒന്നും ഇല്ല. അങ്ങനെ ഞാനിത് പിച്ചിക്കൊണ്ട് വന്ന് ഞാനിതിന് ഒത്തിരിപ്പിന് ഇതങ്ങ് തിന്നും. ഇച്ചിരി മുളക് പൊടിയും ഇച്ചിരി ഉപ്പൊക്കെ കൂട്ടും. ഇതൊക്കെ പഴുത്ത കേട്ടോ. അത്യാവശ്യം നല്ല പുളിയില്ല, എനിക്ക് അത്ര പുളി ഫീൽ ചെയ്തിട്ടേ ഇല്ല ഇതിന്. എനിക്കിതിങ്ങനെ കടിച്ച് വരച്ച് തിന്നാൻ ഭയങ്കര ഇഷ്ടമാണ്. അത്യാവശ്യം നല്ല മധുരവും ഒക്കെ ആയിട്ട്. എനിക്കിതുപോലെ സ്റ്റാർ ഫ്രൂട്ട്, പേരയ്ക്ക, മാങ്ങ ഇതൊക്കെയാണ് എൻ്റെ ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ. ഇതെല്ലാം ഞാനിവിടെ നട്ടിട്ടുണ്ട്. ഇതുവരെ ഇവിടെ ഇതൊന്നും കിളിക്കത്തില്ലായിരുന്നു, കാരണം നമ്മുടെ മണ്ണ് അതുപോലെയുള്ളതായിരുന്നു. ഇപ്പം ഇതിൻ്റെ ഇടയ്ക്ക് മണ്ണൊന്ന് ഇളക്കിയപ്പോഴത്തേക്കിനുമാണ് ഇതെല്ലാം കിളിക്കാൻ തുടങ്ങിയത്. അപ്പോൾ ഇവിടെ പേരയും മാവും ഒക്കെ നന്നായിട്ട് കിളിച്ച് വരുന്നുണ്ട്. അപ്പോൾ ഇനി ഓരോന്നോരോന്നായിട്ട് എൻ്റെ ആഗ്രഹത്തിനെല്ലാം പിച്ചി തിന്നാം എന്ന് കരുതുന്നു. ഇതൊക്കെ എൻ്റെ ഒരു സ്വപ്നമായിരുന്നു, എൻ്റെ സ്റ്റാർ ഫ്രൂട്ടൊക്കെ ഇതുപോലെ സ്വന്തം വീട്ടിൽ നിന്ന് പിച്ചി തിന്നണമെന്നുള്ളത്. അങ്ങനെ ഇന്നത്തെ ഞങ്ങളുടെ കൊച്ചു ചെറിയ വിശേഷങ്ങളും രാവിലെ തൊട്ട് വൈകിട്ട് വരെയുള്ള ചെറിയ വിശേഷങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ എന്നും ഇങ്ങനെയൊക്കെ തന്നെ ഇവിടെ.
അപ്പം അതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ കാണിച്ചത്. അപ്പം ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എൻ്റെ വീഡിയോസൊക്കെ ഒന്ന് ഫുള്ളായിട്ട് കണ്ട് കമൻറ്റ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ.